ഹലോ ഹായ് നമസ്കാരം. ജിത്തു ജോസഫ് ആസിഫ് അലി ടീമിന്റെ മിറാജ് കണ്ടു. OTT-ലാണ് ഫിലിം ഉണ്ട്. ഒരു 4-5 സിനിമക്കുള്ള ട്വിസ്റ്റ് എല്ലാം കൂടി ഒരൊറ്റ സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചൊരു ഫിലിമായിട്ടാണ് മിറാജ് എനിക്ക് അനുഭവപ്പെട്ടത്. അത്രത്തോളം ട്വിസ്റ്റുകളാണ് ഈ സിനിമയിലുള്ളത്. സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങിയാണ് ട്വിസ്റ്റുകളുടെ ഘോഷയാത്ര. പിന്നെ ട്വിസ്റ്റ്, അതിന്റെ മേളിൽ ട്വിസ്റ്റ്, അതിനോട് ട്വിസ്റ്റ്, മൊത്തം ട്വിസ്റ്റ്. സിനിമ തീർന്ന വരെ ട്വിസ്റ്റാണ്. സിനിമ കഴിഞ്ഞ് എൻഡ് ക്രെഡിറ്റ്സ് കാണിച്ചു കഴിഞ്ഞിട്ടും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരാനുണ്ടോ എന്ന് കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതിന് മാത്രം ട്വിസ്റ്റാണ് ഈ സിനിമയിലുള്ളത്. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച ട്വിസ്റ്റുകളൊക്കെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ സിനിമ ജിത്തു ജോസഫ് വെറുതെ ട്വിസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഭയങ്കര ഒരു, ശരിക്കും പറയില്ല, നമ്മൾ ട്വിസ്റ്റ് കണ്ട് തലവേദന എടുക്കുമെന്ന് പറയുന്നത് അത്രയും മുതൽ ട്വിസ്റ്റാണ് ഈ സിനിമയിലുള്ളത്. സിനിമ തുടങ്ങി സ്റ്റാർട്ടിങ് കാണിക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ കഥ, കുറച്ച് കഴിയുമ്പോൾ ആ കഥയല്ല നടന്നത്, വേറെ കഥയാണെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഈ കഥ ആർക്ക് വേണ്ടി കാണിക്കുന്നത്? പിന്നെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അതുമല്ല, വേറെയാണ് നടന്നതെന്ന് പറയും. അപ്പം ഇങ്ങനെ മാറി മറിഞ്ഞ് അവസാനം ക്ലൈമാക്സ് വരുമ്പോൾ അതും ഇതുവരെ കണ്ടതൊന്നുമല്ല സിനിമ, വേറെയാ ഇനി സിനിമ ഇവരുടെ കഥ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ട്വിസ്റ്റർ ബ്ലോക്ക് ബസ്റ്ററാണ് ജിത്തു ജോസഫ് ഉദ്ദേശിച്ചത്. പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല, ട്വിസ്റ്റ് ആകെ പൊളിഞ്ഞ് പാളീസായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഈ സിനിമ വിജയിക്കാതിരുന്നതെന്നുള്ളത് ഇപ്പോൾ OTT-ൽ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ സിനിമയിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസിഫ് അലിയാണ് നായകൻ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിക്ക് ഒരു കേക്ക് ബാക്ക് റോളാണ്. പിന്നെ നായികയായിട്ട് വരുന്നത് അപർണയാണ്. അപ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാരത്തി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹക്കീം ഷാ ഉണ്ട് ഫിലിമിൽ. ഹക്കീം ഷായും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ലൊരു വേഷമാണ്. ഇപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ജിത്തു ജോസഫിന്റെ മിറാജ് കാണാനിരുന്നത് ചെറിയ 2-3 ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാവും അവസാനം. അപ്പോൾ അത് നമ്മൾ കണ്ട് കിളി പറത്തും എന്ന് വിചാരിച്ചിരുന്നിട്ട് സിനിമ മൊത്തം ട്വിസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ മൊത്തത്തിലുള്ള കിളി പറത്തിയിരിക്കുകയാണ് ജിത്തു ജോസഫ്. വല്ലാത്തൊരു സിനിമ തന്നെയായി പോയി, വല്ലാത്തൊരു ട്വിസ്റ്റും ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.